ബ്ലാക്ക് വാട്ടർ കനാലിലൂടെ നീണ്ട 15 മിനിറ്റത്തെ യാത്രയ്ക്കൊടുവിൽ എത്തിച്ചേർന്നത് മേക്കോങ് ഡെൽറ്റയിൽ. എന്റെ വിയറ്റ്നാം ട്രിപ്പിൽ ഏറ്റവും അഡ്വഞ്ചറായി തോന്നിയ സൈറ്റ് ഹോച്ചിമിനിലെ ഏകദേശം 1.7 കോടി ജനങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്നു. മേക്കോങ് ഡെൽറ്റ വിയറ്റ്നാമിന്റെ അരിയെടുപ്പുമാണ്. ഏകദേശം 50% നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റും വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എന്റെ ഈ ലൈഫ് ടൈമിൽ ഇതുവരെ ഞാൻ കാണാത്ത പലതരത്തിലുള്ള സാധനങ്ങൾ ഞാൻ കാണുകയും ചെയ്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കനാലിലേക്കാണ്. അതിനു മുമ്പ് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ച് നേരെ നമ്മൾ അവിടെ എത്തി. ഈ ഒരു കനാലിൽ എത്തിയ ഉടനെ എന്റെ മനസ്സിൽ തോന്നിയത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് പോലെ തന്നെയായിരുന്നു. അനാക്കോണ്ടയും അതുപോലെ തന്നെ കാറ്റ് ഫിഷുകളുമുള്ള ആ റെയിൻ ഫോറസ്റ്റ് പോലെ തന്നെയാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. ഈ വുഡൻ ബോട്ടിലെ 10 മിനിറ്റത്തെ യാത്ര ഞങ്ങൾക്ക് വളരെയധികം മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. വന്ന പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ഡ്രൈവ് കിട്ടും. ഈ ഒരു വുഡൻ ബോട്ടിൽ എത്തിച്ചേരുന്നത് നമ്മൾ വന്ന പോയിന്റിലേക്ക് തന്നെയാണ്. കണ്ടൽ മരങ്ങളും അതുപോലെ തന്നെ കുറ്റിച്ചെടികൾക്കും ഇടയ്ക്കൂടുള്ള ഈ യാത്ര വളരെയധികം ഭയാനകമായിട്ടുള്ള യാത്ര തന്നെയാണ്. എന്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ ആ പേടി ഞാൻ വെളിയിൽ കാണിച്ചില്ല. ഈ യാത്രക്കൊടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു സ്നേക്ക് വൈൻ്റെ ഷോപ്പിലാണ്. വളരെ വിഷമുള്ള പാമ്പുകളെയൊക്കെ കുപ്പിയിലാക്കി വൈനാക്കി വിൽക്കുന്നു. കൂടെ വന്നവരെല്ലാം ഒരു ഗ്ലാസ് എടുത്ത് ട്രൈ ചെയ്തു. ഞാനും നോക്കില്ല, ഞാനും ട്രൈ ചെയ്തു. അടിപൊളി സാധനം. ഒരു രക്ഷയില്ലാത്തത് വിയറ്റ്നാമിലെ ലോക്കൽ ലഞ്ചാണ്. കഴിച്ചു. മേക്കോങ് ഡെൽറ്റയോട് ശേഷം ടാറ്റയും പറഞ്ഞു. ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം.